ഇനി നമ്മൾ ഈ രണ്ട് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള ചോദ്യമാണ്. കൂട്ടുന്നതും കുറക്കുന്നതും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യം, 4, 3, 6, 5 കുറക്കണം 2, 3, 0, 2. 2, 3, 0, 2. ഇനി പ്ലസ് എന്നിട്ടിട്ട് ഇതെഴുതാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ നല്ല സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. നമ്മൾ ആദ്യം ഇതിനെ രണ്ടിനെ സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനോട് ഇതിനെ കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യം നമുക്കിത് കുറക്കാം. 5 - 2 എന്ന് പറഞ്ഞാൽ 3. 6 കുറക്കണം 0 എന്ന് പറഞ്ഞാൽ 6. 3 കുറക്കണം 3, 0. 4 - 2, 2. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. ഇനി ഇതിനോട് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനോട് 2, 0, 6, 3 + 3, 3, 0, 4. 3 + 4, 7. 6 + 0, 6. 0 + 3, 3. 2 + 3, 5. 5, 3, 6, 7. നല്ല എളുപ്പമല്ലേ ചെയ്യാൻ? ഇപ്പോൾ ഒരു കുട്ടിക്ക് സംശയം വന്ന് ഇത് രണ്ടും ആദ്യം ചെയ്തിട്ട് ഇത് ചെയ്താൽ മതിയോ? അങ്ങനെയും ചെയ്യാം. പക്ഷെ നിങ്ങൾ തെറ്റിക്കരുത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് -2302 ഇത് +3303. അപ്പോൾ പലരും ചെയ്യും ഈ മൈനസിനെ നോക്കാതെ ഇത് രണ്ടും അങ്ങോട്ട് ആഡ് ചെയ്യും. ഇതാണ്ട് കൂട്ടിക്കഴിഞ്ഞിട്ട് മൈനസ് ഇവിടെയാണല്ലോ, എന്നിട്ട് ഇതാണ്ട് കുറക്കും. അപ്പോൾ അങ്ങനെയല്ല ചെയ്യുക. പിന്നെ എങ്ങനെ ചെയ്യുക? അത് തെറ്റിക്കാതിരിക്കാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നത്. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഈ പ്ലസ്സും മൈനസും ഇങ്ങനെ കുറേ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് ചെയ്യാനൊന്നും പറ്റില്ല. ഇങ്ങനത്തെ ചോദ്യങ്ങളല്ല, എക്സ് വൈ അങ്ങനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ഇപ്പോഴേ മനസ്സിൽ വെക്കണം. നമ്മൾ 2 നമ്പറിനെ സോൾവ് ചെയ്യുമ്പം ഈ നമ്പറിൻ്റെ മുമ്പിൽ ഏത് സൈനാണോ ആ സൈനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഇത് -2302 ഇത് +3304 എന്നല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പ്ലസ് വരുന്നതിന് എഴുതുക. 3304 ഇത് മൈനസ് അല്ലേ? ആ മൈനസ് ഇവിടെ കൊടുക്കുക. 2302. ഇനി നമ്മൾ സാധാരണ കുറക്കുന്ന പോലെ കുറക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? 3304 - 2302. നമുക്കിത് എങ്ങനെ ചെയ്താലും നമുക്ക് ഒരേ ആൻസറാണ് കിട്ടാൻ പാടുള്ളൂ. ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കൊടുത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ 4 - 2 എന്ന് പറഞ്ഞാൽ 2. 0 - 0, 0. 3 - 3, 0. 3 - 2, 1. ഇത് രണ്ടും ചെയ്തപ്പോൾ നമുക്ക് ഈ ആൻസറാണ് കിട്ടി. ഇനി ഇവിടെ ഒരു സംഖ്യയും കൂടിയുണ്ട്, 4365. ഈ മൈനസ് ഇതിൻ്റെതാണ്, അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ചിഹ്നമൊന്നുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇവിടെ പ്ലസ് എന്നാണ്. മൈനസിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മൈനസ് എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇത് 1002 പ്ലസ് ഇനി ഇതല്ലേ നമ്മൾ ചെയ്യാത്തത്, അതിനോട് കൂട്ടുക. 2 + 5, 7. 0 + 6, 6. 0 + 3, 3. 1 + 4, 5. ഇതാണ് ലാസ്റ്റ് ആൻസർ. നമ്മൾ ആദ്യം ഇത് രണ്ടും ചെയ്ത് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. ഇതിനോട് ഇത് ആഡ് ചെയ്ത് ഇത് കിട്ടിയ ആൻസർ. പിന്നെ നമ്മൾ ഇത് രണ്ടും ചെയ്ത് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. ഇതിനോട് ഇത് കൂട്ടി. അപ്പോൾ നമുക്ക് ഇത് ആൻസർ കിട്ടി. ഇത് രണ്ടും ഒരേ ആൻസറാണോ? 5367, 5367 ഒരേ നമ്പറാണ്. അത് രണ്ടും ഒരേ നമ്പർ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി ഇത് രണ്ടും ആദ്യം ചെയ്യുക, പിന്നെ ഇത് ചെയ്യുക. അതെങ്ങനെ? ആദ്യം ഇത് രണ്ടും ചെയ്യുക. 4365 ഇത് പ്ലസ് അല്ലേ? അപ്പോൾ ഇതും നമ്മൾ കൂട്ടാണ് വേണ്ടത്. 4365 + 3304 കൂട്ടുക. 5 + 4, 9. 6 + 0, 6. 3 + 3, 6. 4 + 3, 7. ആൻസർ കിട്ടിട്ടോ. 7669 എന്ന് കിട്ടി. ഇനി -2302 മൈനസ് ഇതിൻ്റെ അല്ലേ? അപ്പോൾ -2302 ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ആൻസർ കിട്ടണ്ടോ നോക്കുക. 9 - 2, 7. ആദ്യത്തെ ഡിജിറ്റ് സെയിം ആണ്. 6 - 0, 6. ഡിജിറ്റ് സെയിം ആണ്. 6 - 3, 3. ഇതും 3, ഇതും 3. 7 - 2, 5, 5. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെ കിട്ടണം. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം ഇത്
അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാം. 1405 കുറക്കണം 1209. 5-ൽ നിന്ന് 9 കുറക്കാൻ നോക്കി. കുറക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 5-നേക്കാളും വലിയ നമ്പറാണ് 9. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കടെടുത്തിട്ട് ഇതിനെ 15 എന്നാക്കും. പക്ഷെ ഇവിടെ 0ആണ്, അതിനൊന്നും എടുക്കാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് തൊട്ട് മുമ്പിലുള്ള സംഖ്യ ഒന്ന് എടുക്കുക. ഇവിടെ 4. ഈ 4-ന്ന് ഒരു 1-നെ നേരെ 5-ന് കൊടുക്കുകയല്ലേ ചെയ്യുക. പിന്നെ എന്താ ചെയ്യുക? ഈ 0-ന് കൊടുക്കുക. അപ്പോൾ ഈ 0 10 എന്നായി. ഈ 4 എന്തായി? 3 എന്നായി. ഇനി 10-ൽ നിന്ന് ഒരു 1-ന് 5-ന് കൊടുത്തിട്ട് 5-നെ 15 ആക്കും. 10 9 എന്നാവും. ഇനി നേരെ ചെയ്യാം. 15-ൽ നിന്ന് 9-നെ കുറച്ചാൽ എന്താ കിട്ടുക? 6. 9-ൽ നിന്ന് 0 കുറച്ചാൽ 9. 3-ൽ നിന്ന് 2 കുറച്ചാൽ 1. 1-ൽ നിന്ന് 1 കുറച്ചാൽ 0. അത് എഴുതണ്ട. അപ്പോൾ നമുക്ക് 196 എന്ന് കിട്ടിട്ടോ. ഈ 190 ഇത് ചെയ്തപ്പോൾ 196 എന്ന് കിട്ടി. ഈ 196-നോട് ഇത് കൂട്ടാം. 3 2 6 8. 3 2 6 8. ഇങ്ങനെ എഴുതാൻ സംശയമുള്ളവരെന്ത് ചെയ്യുക? ഇതിനാദ്യം എഴുതുക. 3 2 6 8 പ്ലസ് 196. ഇങ്ങനെ 2 രീതിയിൽ എഴുതിയാലും ശരിയാണ്. നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, യൂണിറ്റ് പ്ലേസിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ആദ്യം യൂണിറ്റ് പ്ലേസിൽ നേരെ ടെൻസിൻ്റെ പ്ലേസിൽ, പിന്നെ ഹൺഡ്രഡ്സ് ഇതിങ്ങനെ നേരെ വരണം. ഈ ഭാഗത്തേക്ക് 1 നിൽക്കാൻ പാടുള്ളൂ, ഇവിടെ നിൽക്കുന്ന പോലെ. മനസ്സിലായോ? ഇനി ആഡ് ചെയ്യുക. 6 + 8 14. 6 + 8 14. 4 എന്നിട്ട് ബാക്കി 1. 1 + 9 10. 10 + 6 16. നമ്മൾ 6 എന്നിട്ട് ബാക്കി 1. 1 + 1 2. 2 + 2 4 3. 3 4 6 4 എന്ന് കിട്ടി നമുക്ക് ഇതിൻ്റെ ആൻസർ നമ്മൾ നേരെ ചെയ്തപ്പോൾ. ഇനി ഞാൻ ഇതിനെയും ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ. അതെന്തുകൊണ്ട് ആഡ് ചെയ്യണേ? ഈ നമ്പർ ഇത് പ്ലസ് ആണ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ആദ്യം കൂട്ടാം കേട്ടോ. എന്നിട്ട് ഇതന്നെ കിട്ടുന്നുണ്ടോ നോക്കുക, ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. 1405 പ്ലസ് 3268. ഇത് 5 + 8 13. 3 എന്നെഴുതി ബാക്കി 1. 1 6 7. 4 2 6. 1 3 4. 4 6 7 3 എന്ന് കിട്ടി. ഇത് രണ്ടും ആദ്യം ചെയ്ത്. ഇനി ഇതാള് 1250 മൈനസാണ്. അപ്പോൾ നമ്മൾ കുറക്കണം 1209. 3-ൽ നിന്ന് 9-നെ കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളൊന്ന് കടം വാങ്ങിയിട്ട് ഇതിനെ 13 എന്നാക്കും. ഇത് 6 എന്നാവും. 13-ൽ നിന്ന് 9 കുറച്ചാൽ എന്താ കിട്ടുക? 4. ഇനി 6-ൽ നിന്ന് 0 കുറക്കുക 6. 6-ൽ നിന്ന് 2 കുറക്കുക 4. 4-ൽ നിന്ന് 1 കുറക്കുക 3. 3 4 6 4. 3 4 6 4. ഒരു ആൻസർ കിട്ടിയല്ലോ. കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്.